ഹായ് ഫ്രണ്ട്സ്, ഇന്നിത് ഫോർണറാണ് കേട്ടോ. നമ്മൾ അതിനെ ഒന്ന് ട്യൂബർ എടുക്കാറായിട്ടുണ്ട്. 4 മാസത്തോളമായി അതൊരു അനക്കമില്ലാതിരിക്കുമായിരുന്നു. വളമൊക്കെ വെച്ച് കൊടുത്തിട്ടും ഒരു ഗ്രോത്തും അതിനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഇലയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് വെള്ളം കമത്തിയിട്ട് ഡബ്ബ അതുപോലെ തന്നെ ഒന്ന് കമത്തിയിടും. ഇതാ കണ്ടോ, ട്യൂബറൊക്കെ നല്ല അടുങ്ങി ഇതുപോലെ വട്ടത്തിലാണ് കേട്ടോ ട്യൂബർ ഓടുന്നത്. അതുകൊണ്ടാണ് സൈഡിൽ നടാൻ വേണ്ടി പറയുന്നത്. താമര എപ്പോഴും സൈഡിൽ നടുമ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ടാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ടബ്ബയ്ക്ക് ചുറ്റും കിടന്ന് ഓടും. എനിക്കിവിടെ മണ്ണിന് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ മണ്ണ് തന്നെ എനിക്ക് ഇതിൻ്റെ റണ്ണർ ഒക്കെ എടുത്ത് കുഴിച്ചിടാൻ വേണ്ടി ഞാൻ ഈ മണ്ണ് തന്നെ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. വളരെ കെയർഫുള്ളായിട്ട് വളരെ പതിയാണ് എടുക്കുന്നത്. നമ്മളുടെ വീഡിയോ ഇത്തിരി ഫാസ്റ്റാക്കി ഇട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ സ്പീഡായിട്ട് തോന്നുന്നത് കേട്ടോ. വളരെ കെയർഫുള്ളായിട്ട് അതിൻ്റെ ഒന്നും പറ്റാത്ത രീതിയിൽ വളരെ കെയർഫുള്ളായിട്ടാണ് എടുത്ത് മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മണ്ണിന് കുഴപ്പമുണ്ട്, ഇവിടെ കിട്ടാൻ പാടാണ്. നിങ്ങൾക്ക് അതിന് മണ്ണിന് എളുപ്പം കിട്ടുന്ന ആൾക്കാരൊക്കെയാണ് ഇഷ്ടംപോലെ മണ്ണൊക്കെ ഉള്ളതെങ്കിൽ ആ ഡബ്ബ കമത്തി ഇട്ടിട്ട് നല്ല ഫോഴ്സിൽ അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്യൂബറെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വരും. 3-4 ഗ്രോത്ത് ടിപ്പൊക്കെ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഡബ്ബയ്ക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ ട്യൂബർ ഞാൻ പതിയെ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇത് ഇഷ്ടം പോലെ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് 3-4 ഗ്രോത്ത് ടിപ്പൊക്കെയുള്ള നല്ല ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട്. നല്ല വെളുത്ത് നല്ല സുന്ദരി മണികളാണ്. എൻ്റെ ക്യാമറാമാൻ കുഞ്ഞൂസാണ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. താങ്ക് യു കുഞ്ഞൂസേ.